ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെറിയൊരു 1 വീക്ക് സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും തന്നെ പോസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അഗെയിൻ ഗീവ് അവേൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കേണ്ടായിരുന്നു. എനിക്ക് 2-3 ദിവസം അവകാശം കൂടെ വേണം, കാരണം ഞാൻ ഇവിടെ സ്ഥലത്തിലായിരുന്നു. ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഞാൻ കൊച്ചിയിലായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗീവ് അവേ ഡെഫിനറ്റ്ലി നമ്മൾ അനൗൺസ് ചെയ്യും. അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 ദിവസം ടൈമോടുകൂടി നമ്മൾ അനൗൺസ് ചെയ്യും. ഞാൻ ഇന്ന് രാവിലെ എത്തിയതുള്ളൂ. അപ്പോൾ നമ്മുടെ ഓഫീസിൽ ഓൾറെഡി പോക്കോ X7 വന്നിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗീവ് അവേ ഡെഫിനറ്റ്ലി ഈ വീക്ക് അനൗൺസ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് പോക്കോ X7 അൺബോക്സിംഗ് ആണ്. എഗെയിൻ ഇത് ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. X7 Pro നമ്മൾ ചെയ്തായിരുന്നു. X7 ഇപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ചയാണ് വന്നത്. അപ്പോൾ ഓഫീസിൽ വന്ന് ഇരിക്കുകയായിരുന്നു. അപ്പോൾ പോക്കോ X7 5G അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാൻ ഡിസ്പ്ലേ, ക്യാമറ എല്ലാം തന്നെ പറയുന്നതാണ്. അപ്പോൾ അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോക്കോ X7 5G ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കളർ പോക്കോ യെല്ലോ ആണ്. ആ പോക്കോൻ്റെ തന്നെ ട്രഡീഷണൽ ആയ ഒരു വെറൈറ്റി കളർ എന്നൊക്കെ പറയാവുന്ന കളറാണ് പോക്കോ യെല്ലോ. അത് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ MediaTek Dimensity 7300 Ultra 1.5K AMOLED ഡിസ്പ്ലേ, ഫ്ലാഗ്ഷിപ്പ് IP68 പ്രൊട്ടക്ഷൻ ഉണ്ട്, 50 മെഗാപിക്സൽ ക്യാമറ ഉണ്ട്, Gorilla Glass Victus 2 ഉണ്ട്, 5500 mAh ബാറ്ററി, പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഡോൾബി വിഷൻ, ഡോൾബി അറ്റ്മോസ്, HyperOS ആണ് വരുന്നത്. 8GB 256GB സ്റ്റോറേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തുറക്കാം. അപ്പോൾ ഇത് സീൽഡ് ബോക്സ് ആണ്. പോക്കോ X7 5G പോക്കോ യെല്ലോ കളറാണ്. അപ്പോൾ നമ്മൾ തുറന്നിരിക്കുകയാണ്, മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു കേസാണ്, ഒരു സിം ഇജക്റ്റ്, പിന്നെ ഒരു TPU കേസ്, പിന്നെ കുറച്ച് മാനുവൽ ആൻഡ് വാറന്റി ഇൻഫർമേഷൻ. ജസ്റ്റ് TPU കേസ് ഒന്ന് കാണിച്ചു തരാം. നല്ല ക്വാളിറ്റിയുള്ള TPU കേസാണ്, നല്ലൊരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഡിവൈസാണ്. ഡിവൈസ് ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കി വരുന്നത് ഒരു 45 വാട്ട് അഡാപ്റ്ററാണ്. അതിനൊപ്പം തന്നെ ഒരു ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. 45 വാട്ട് അഡാപ്റ്ററാണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അഗെയിൻ ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ ഡിവൈസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ പോക്കോ യെല്ലോ, കണ്ടില്ലേ? പോക്കോ യെല്ലോ കളർ, ഒരു വീഗൻ ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റിച്ചിങ് ഉണ്ട്, നല്ലൊരു സ്റ്റൈലിഷ് സ്റ്റിച്ചിങ് ആണ്. 2 സൈഡിലും യെല്ലോ. ഇവിടെ നമുക്ക് ബ്ലാക്ക് കളർ പോക്കോ എന്ന് എഴുതി കാണാം, കണ്ടില്ലേ? പോക്കോ എന്ന് എഴുതി കാണാം. ഇവിടെ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്, 50 മെഗാപിക്സൽ ക്യാമറ. പിന്നെ ഇതെല്ലാം ബ്ലാക്ക് ഫിനിഷാണ്, നല്ലൊരു ക്വാളിറ്റി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് മാറ്റാണ്, സൈഡ് ഗ്ലോസിയാണ്. ഈ താഴത്തും മുകളിലും മാറ്റാണ്. ഇവിടെ നമുക്ക് സ്പീക്കർ യൂണിറ്റ്, അതേപോലെ ഇവിടെയും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, USB Type-C പോർട്ട് ഉണ്ട്, സിം ട്രേ കാണാം, പവർ ആൻഡ് വോളിയം കീ കാണാം, പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. അപ്പോൾ നല്ല ഒരു ഡിസൈനാണ്. ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഗുഡ് ആണെന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ലെതർ ഫിനിഷ് സ്ലിപ്പറി അല്ലാത്തതുകൊണ്ട് നല്ലൊരു ഗ്രിപ്പും കിട്ടും. പിന്നെ ഡിസ്പ്ലേ കർവ്ഡ് ആണ്. എഗെയിൻ അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. എഗെയിൻ അതൊരു ഡിബേറ്റിംഗ് കാര്യമാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഫോൺസ് ഒരുവിധമൊക്കെ വീണ്ടും ഫ്ലാറ്റ് ഡിസ്പ്ലേയിലേക്ക് വരുന്നുണ്ട്. ഈവൻ പ്രീമിയം ഫോൺസ് വരെ ക്വാഡ് കർവ് ഡിസ്പ്ലേക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ പ്രൈസ് സെഗ്മെന്റിൽ അറൌണ്ട് 20,000 rupees ആണ് ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ് വരുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നല്ലൊരു ക്വാളിറ്റി ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയാണ്. ഇത് അറൌണ്ട് 8.3 mm എന്താണ് തിക്നെസ് വരുന്നത്. 185 to 190 grams ആണ്. അഗെയിൻ അത് വേരിയന്റിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ 185 to 190 grams ആണ് വരുന്നത്. അഗെയിൻ അത് കുഴപ്പമില്ലാത്ത ഒരു വെയിറ്റ് ആണ്, നല്ലൊരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ്. അറൌണ്ട് 6.67 inches ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. പിന്നെ ഇതിനകത്ത് വരുന്നത് HyperOS ആണ്. നമുക്ക് അതിനെക്കുറിച്ചും വിശദമായി പറയാം. അപ്പോൾ ആദ്യം ഒന്ന് ഫോൺ ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം ഡിസ്പ്ലേയും കർവ് ഡിസ്പ്ലേ ഒക്കെ കാണാം. അപ്പോൾ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞത് നല്ലതാണ്. ഇനി ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 6.67 inches 1.5K AMOLED ഡിസ്പ്ലേന് 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. ഇതിനകത്ത് HDR10+ഉം ഡോൾബി വിഷനും സപ്പോർട്ടഡ് ആണ്. അതേപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് 3000 nits ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം റിച്ചർ ടോൺസ് ആണ്, 1.5K ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിക്സൽസ് പെർ ഇഞ്ച് നല്ലതാണ്. അതേപോലെ നമുക്ക് HDR10+ഉം ഡോൾബി വിഷൻ ഉള്ളതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സ് പോലത്തെ ഉള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ നല്ല ക്വാളിറ്റി കണ്ടന്റ് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈവൻ നമ്മൾ മൂവീസ് കാണുമ്പോൾ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ നല്ല ഒരു ക്വാളിറ്റി ആയിട്ട് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ്. ഡിസ്പ്ലേ ബ്രൈറ്റ്നസും 3000 nits ആയതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ കുഴപ്പമില്ല. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ എനിക്ക് കംപ്ലയിൻസ് ഒന്നും പറയാനില്ല, നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ Gorilla Glass Victus 2 സപ്പോർട്ടും ഉണ്ട്. അതൊപ്പം തന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യം, ഇതിനകത്ത് IP69 IP68 റേറ്റിംഗും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ IP69 68 ഉള്ള ഫോൺസ് ഉണ്ട്, എന്നാലും ഈ പ്രൈസ് സെഗ്മെന്റിൽ വളരെ ചുരുക്കമാണ്. അപ്പോൾ അതും ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യം എന്ന് പറയാം. IP68ഉം IP69 റേറ്റിംഗും ഇൻക്ലൂഡഡ് ആണ്.
ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരാൻ നമുക്ക് ഇവിടെ കിട്ടുന്നത് HyperOS ആണ്. എന്നാൽ നമുക്ക് ഇവിടെ വരുന്നത് ആൻഡ്രോയിഡ് 14 വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അബൌട്ട് ഫോൺ ആൻഡ്രോയിഡ് 14 വരുന്നുള്ളൂ. അത് ഒരു ഡൗൺ സൈഡ് ഡെഫിനറ്റ്ലി പറയാം. അതേപോലെ HyperOS 1.0 ആണ് വരുന്നത്, HyperOS 2.0 അല്ല. പോക്കോ X7 Proയിൽ HyperOS 2.0 ആണ് വന്നത്. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ 14 ആണ്. അതിനൊപ്പം തന്നെ 3+4 ആണ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് സൈക്കിൾ വരുന്നത്. 3+4 എന്ന് പറയുമ്പോൾ ഒരെണ്ണം തന്നെ 15ലേക്ക് പോകും. അപ്പോൾ ലിറ്ററലി പറയുക 2+4 അല്ലെങ്കിൽ 2+4 എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ. കാരണം 15 ഓൾറെഡി ഇറങ്ങിയല്ലോ, ഇത് 14 ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ LPDDR4X റാമും UFS 2.2 സപ്പോർട്ടുമാണ് വരുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല, ഡെഫിനറ്റ്ലി നല്ലതാണ്, നല്ല ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ്. നമുക്കറിയാം HyperOS നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത്, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇനി ബ്ലോട്ട്വെയർസിന്റെ സീൻ പറയുകയാണെന്ന് വെച്ചാൽ വളരെ ശോചനീയമാണ്. കാരണം എന്താ പറയുക, ഒരുപാട് ബ്ലോട്ട്വെയർസ് ഉണ്ട്. എന്തിനാണ് ഇത്രയധികം കൊടുക്കണമെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഒരുപാട് ബ്ലോട്ട്വെയർസ് ഉണ്ട്. ബട്ട് താങ്ക്ഫുള്ളി ഇതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ് ഒരു എന്താ പറയുക, ഇല്ലേ, നമുക്ക് എല്ലാം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ആവശ്യമില്ലാത്ത എല്ലാം തന്നെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ് ഒരു ഗുണം. അപ്പോൾ ആദ്യം തന്നെ ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യേണ്ട കാര്യം. എല്ലാ ബ്ലോട്ട്വെയർസും ആവശ്യമില്ലാത്ത എല്ലാം ഒന്ന് ക്ലീനപ്പ് ചെയ്യുക. ഉണ്ടല്ലേ, ഒരുപാടുണ്ട്, ഒരു 10-20 ആപ്സെങ്കിലും ആവശ്യമില്ലാണ്ട് ഇതിനകത്ത് കയറ്റിയിട്ടുണ്ടെന്നുള്ള. എല്ലാം ഈ അനാവശ്യ ഗെയിംസാണ്. അഗെയിൻ കോസ്റ്റ് കട്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ്. കോസ്റ്റ് കുറയ്ക്കുമ്പോൾ ഒബ്വിയസ്ലി ഇങ്ങനത്തെ ചില കാര്യങ്ങളെല്ലാം കയറി വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊന്ന് ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല UI ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കണ്ടില്ല, നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ബ്ലോട്ട്വെയർസും സോഫ്റ്റ്വെയറിൻ്റെ കാര്യം. അപ്പോൾ ഓവറോൾ കുഴപ്പമില്ല, എന്നാലും ആൻഡ്രോയിഡ് 15 കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ പറഞ്ഞു, ഡിസൈൻ വളരെ സ്റ്റൈലിഷ് ആണെന്ന് പറഞ്ഞു, സോഫ്റ്റ്വെയറിന്റെ കാര്യം പറഞ്ഞു, അതിലുള്ള പോരായ്മകളും പറഞ്ഞു. ഇനി പെർഫോമൻസിലേക്ക് വരാം. ഇതിൽ വരുന്നത് Dimensity 7300 Ultra എന്ന് പറഞ്ഞ ചിപ്പാണ്. അഗെയിൻ 7300 Ultra ഒരു ഡീസെന്റ് ചിപ്പാണ്. ഈ പ്രൈസ് സെഗ്മെന്റ് പറ്റിയ കുഴപ്പമില്ലാത്തൊരു ചിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അഗെയിൻ ആന്റിറ്റ്യൂഡ് സ്കോർ അറൌണ്ട് 7.5 ലക്ഷമാണ് വരുന്നത്. ഇത് Redmi Note 14 Proയിൽ വന്ന അതേ ചിപ്പ് തന്നെയാണ് പോക്കോ X7ലും വരുന്നത്. Dimensity 7300 Ultra, LPDDR4X റാമും UFS 2.2 സ്റ്റോറേജാണ്. അഗെയിൻ ഡീസെന്റ് പെർഫോമൻസ് ആണ്, കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ഈ പ്രൈസ് സെഗ്മെന്റിൽ വേണ്ട ഒരു നല്ല പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം അത്യാവശ്യം 7.5 ലക്ഷം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്കോറാണ് ഈ പ്രൈസ് സെഗ്മെന്റിൽ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അഗെയിൻ നമ്മൾ ഡേ ടു ഡേ യൂസേജിലൊന്നും ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല. പിന്നെ HyperOS കുഴപ്പമില്ലാത്ത സ്മൂത്ത്നെസ് ഓഫർ ചെയ്തിട്ടുണ്ട്. HyperOS 2.0 ആയിരുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയതിന്, അത് അപ്ഡേറ്റ് വരും എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോക്കോ X7 വിത്ത് Dimensity 7300 Ultra കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് കാഴ്ചവെക്കുന്നത്. പിന്നെ 5G ബാൻഡ്സ് സപ്പോർട്ടഡ് ആണ്. അതേപോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന്റെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഡെഫിനറ്റ്ലി പറയാം. സിം കാർഡ് ഞാൻ ജിയോ ട്രൈ ചെയ്തായിരുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. സിഗ്നൽ സ്ട്രെങ്ത്തും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി കോൾ ക്വാളിറ്റി അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ തന്നെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ ഫേസ് ചെയ്തില്ല. അപ്പോൾ ജിയോ നെറ്റ്വർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് ഇതൊക്കെ ഒന്ന് ബേസിക് സെറ്റപ്പും ടെസ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് ഇനീഷ്യൽ ഇംപ്രഷൻസ് ആണ്, റിവ്യൂ എന്നല്ല. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. പിന്നെ ക്യാമറയുടെ കാര്യം പറയുമ്പോൾ 50 മെഗാപിക്സൽ പ്രൈമറി ക്യാമറ, 8 മെഗാപിക്സൽ അൾട്രാ വൈഡ്, 2 മെഗാപിക്സൽ മാക്രോ. അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു 20 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ്. ഇനി ക്യാമറയിൽ കാര്യം പറയുമ്പോൾ നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അതാണല്ലോ ഒരുപാട് പേർക്ക് അറിയാൻ താല്പര്യം. അതിനകത്ത് 4K റെക്കോർഡിംഗ് ഉണ്ട്. 4K 30 FPS റിയർ ക്യാമറയിൽ സപ്പോർട്ട് ചെയ്തുള്ളൂ. ഇനി സെൽഫി ക്യാമറയിലാണെങ്കിൽ വെറും 1080p റെസൊല്യൂഷൻ 30 FPS സപ്പോർട്ട് ഉള്ളൂ. അഗെയിൻ ഈ പ്രൈസ് സെഗ്മെന്റിൽ 4K ഉള്ള വളരെ ചുരുക്കം ഡിവൈസസേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് റിയർ 4K 30 FPS, 4K 60 ഇല്ല. അഗെയിൻ Dimensity 7300 Ultraന്റെ സപ്പോർട്ട് ഇഷ്യൂ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ബാക്കിയുള്ള നമുക്ക് റെഗുലർലി വരുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ വരുന്നുണ്ട്. മാക്രോ സെൻസർ ഉണ്ട്, 2 മെഗാപിക്സൽ. അഗെയിൻ അത് ജസ്റ്റ് ഒരു പ്രോബ്ലി അത് കളയേണ്ട സമയമായി തന്നെ വേണമെങ്കിൽ പറയാം. 8 മെഗാപിക്സൽ അൾട്രാ വൈഡും ഡീസെന്റ് ഷോട്ട്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതെല്ലാം പോക്കോ X7 നിന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് സെഗ്മെന്റിൽ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെ ഡെഫിനറ്റ്ലി പറയാം. ഞാൻ ഇനീഷ്യൽ ഇംപ്രഷൻസിൽ എനിക്ക് കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. ഈ ഒരു 20,000 to 25,000 പ്രൈസ് സെഗ്മെന്റിലുള്ള ഫോണിന് വേണ്ട ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അഗെയിൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ അനാലിസിസ് ചെയ്തിട്ട് വിശദമായി പറയുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ക്യാമറ സാമ്പിൾസ് പോക്കോ X7 എന്നെടുത്തത്.
ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 മില്ലി ആംപർ ബാറ്ററിയാണ്, 45 വാട്ട് ചാർജിങ് ആണ്. ഈ 45 വാട്ട് ചാർജിങ് അറൌണ്ട് 1 അവർ എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്, ക്ലോസ് ടു 1 അവർ ആണ് തോന്നുന്നത് ചാർജ് ചെയ്യാൻ എടുക്കുന്നത്. 5500 mAh ബാറ്ററി. അഗെയിൻ ബാറ്ററി ലൈഫ് നല്ലതാണ്, കാരണം 5500 ഉണ്ടല്ലോ, ഒബ്വിയസ്ലി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ആക്സെപ്റ്റബിൾ ആണ്. പക്ഷേ ചാർജിങ് സ്പീഡ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമൊക്കെ 67 ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറച്ച് ഡൗൺഗ്രേഡ് ആയിട്ടുണ്ട്, 45 ആയിട്ടുണ്ട്. അഗെയിൻ നമ്മൾ ചാർജിങ് ടെസ്റ്റ് ചെയ്തിട്ട് പറയാം എത്ര എക്സാക്ട് സമയം എടുക്കും എന്നുള്ളത്. പിന്നെ നോർമൽ യൂസേജിൽ അത്യാവശ്യം ബാറ്ററി കിട്ടേണ്ടതാണ്, ഞാൻ ഫുൾ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം, കാരണം 5500 മില്ലി ആംപർ ബാറ്ററി ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു പോക്കോ X7 ഒരു അൺബോക്സിങ് ഫസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് സെഗ്മെന്റിൽ നല്ല ഒരു ഫോണായിട്ട് ഡെഫിനറ്റ്ലി പറയാവുന്ന ഒരു ഫോണാണ്. കാരണം IP68 ഉണ്ട്, നല്ല ഡിസൈനും ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ഉണ്ട്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഡീസെന്റ് ആണ്, നല്ല ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ക്യാമറാസും. അപ്പോൾ എനിക്ക് തോന്നുന്നു IP68 ഒക്കെ ഉള്ള IP69 ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയിട്ട് ഡിസൈൻ ലാംഗ്വേജും അങ്ങനെ എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോണായിട്ട് ഡെഫിനറ്റ്ലി ഇതിനെ പറയാവുന്നതാണ്. എഗെയിൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പോക്കോ X7 5G കുറിച്ച്? അപ്പോൾ ഇതായിരുന്നു പോക്കോ X7 5G അൺബോക്സിംഗ് ആൻഡ് സോൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.